ഹലോ ഓൾ, വെൽക്കം ടു പ്രിയാമ്പിൾ. ഇന്ന് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വാട്ട് ആർ ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലിയൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആക്ച്വലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആക്ച്വലി അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് യുണീക്ക് ഇൻ ഇറ്റ്സ് കണ്ടന്റ് ആൻഡ് ഇൻ സ്പിരിറ്റ്. ഓക്കെ, അതിൻ്റെ ഒരു കണ്ടന്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി വെരി വെരി യുണീക്ക്. It can be totally different from that of actually like the US Constitution or the USSR kind of constitution. See, നമ്മളുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം, വി ആർ ആക്ച്വലി എ ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഓക്കെ, വേൾഡിലുള്ള പലതരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. ശരിയാണ്, ഇറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് എ ബോറോഡ് കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബട്ട് ദ തിങ് ഇസ്, നമ്മളുടെ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ളത്, we have actually gone through every available constitution of that time. ഓക്കെ, ആ ഒരു ടൈമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ടേക്കൻ ഓൺലി ദോസ് തിങ്സ് വിച്ച് ആർ നെസസറി ഫോർ ഡെമോക്രസി, ഫോർ ദ ഡെമോക്രസി ഇൻ ഇന്ത്യ. അങ്ങനെ അവർ ആ ഒരു സമയത്ത് നമ്മളുടെ ഈ പറയുന്ന വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഓക്കെ, നമ്മളുടെ ഒരുപാട് വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂടി അവർ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് അവയിൽ നിന്ന് ഇന്ത്യയുടെ ഡെമോക്രസിക്ക് ഉതകുന്നത് എന്താണോ അത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ പറയുന്ന രീതിയിൽ അവർ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇംബൈബ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ബോറോ ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പറയേണ്ടത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ആക്ച്വലി ലൈക്ക് എൻ ഇവോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഇവോൾഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, ഒരുപാട് കാലമെടുത്ത് ഒരുപാട് അമെൻമെൻറ്റുകൾ വഴി ഒരുപാട് രീതിയിൽ ഒരു ഇവോൾഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ന് വേണം നമ്മൾ പറയാൻ. അതിൻ്റെ ഒരു സലിയൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കിയാൽ, ദ ഫസ്റ്റ് തിങ് ഇസ് ആക്ച്വലി ഇറ്റ് ഇസ് എ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഇറ്റ് ഇസ് എ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഇതുവരെ എഴുതപ്പെട്ട വേൾഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് 1949 26 നവംബറിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു പ്രിയാമ്പിൾ 395 ആർട്ടിക്കിളുകൾ, ആ 395 ആർട്ടിക്കിളുകളെയും 22 പാർട്ടുകളായിട്ടും തിരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏകദേശം 8 സ്കെഡ്യൂളുകളും അന്ന് 1949 ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ 2024 നോക്കുകയാണെങ്കിൽ പ്രസന്റ്ലി ചെറിയ അഡീഷൻസ് ഉണ്ട്. 451 ആർട്ടിക്കിൾ, 451 ആർട്ടിക്കിളുകൾ, 25 പാർട്ടുകൾ, 12 സ്കെഡ്യൂളുകൾ, ഓക്കെ നോട്ട് 12 സ്കെഡ്യൂളുകൾ. അങ്ങനെ 451 ആർട്ടിക്കിൾ, 25 പാർട്ടുകൾ, 12 സ്കെഡ്യൂളുകൾ എന്നുള്ള രീതിയിൽ ഇറ്റ് ഇസ് എ മാമത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഇസ് ആക്ച്വലി ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് തന്നെ നമുക്ക് പറയാം. Then, it is drawn from various sources. അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, the Constitution of India has been framed after ransacking all the non-constitutions in the world. അങ്ങനെ നമുക്ക് വേൾഡിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻസിനെയും റാൻസാക്ക് ചെയ്ത് ഹൈജാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ നമ്മളുടെ PSC ചോദിക്കുന്ന ചോദ്യം, ദ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സ്ട്രക്ചർ, ഓക്കെ, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ്, അത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് നമ്മളത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ദ ഫിലോസഫിക്കൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫിലോസഫി, അതായത് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയും നമ്മളുടെ DPSPയെയുമാണ് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫി എന്നുള്ള രീതിയിൽ പറയും. ആ ഒരു രീതിയിൽ നമ്മളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫി ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് അമേരിക്കനും ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. വൈ? ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ആക്ച്വലി ടേക്കൻ ഫ്രം ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ DPSP ഇസ് ആക്ച്വലി ടേക്കൻ ഫ്രം ദ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള പാർട്ടുകൾ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും, എന്നാൽ നമ്മളുടെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു പാർട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്, അതായത് നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പലും നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് അമേരിക്കൻ അല്ലെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ദെൻ അങ്ങനെ നമുക്ക് ബാക്കി ഏതൊക്കെ തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ നമ്മൾ പ്രൊവിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നോക്കാം. PSC ആയിക്കോട്ടെ UPSC ആയിക്കോട്ടെ, രണ്ടുപേരും എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ
ഓരോ കാര്യങ്ങളും എവിടെ നിന്ന് നമ്മൾ അടിച്ചു മാറ്റി, അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂ പ്രിന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന, നമ്മുടെ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് നമ്മൾ എന്താണ് കടമെടുത്തത്? ദ ഫെഡറൽ സ്ട്രക്ചർ. നമ്മളുടെ ഇന്ത്യയുടെ ഒരു ഫെഡറൽ സ്ട്രക്ചർ, നമ്മളുടെ ഒരു സെൻറ്റർ, സ്റ്റേറ്റ്, അതിന് താഴെയുള്ള ഡിസ്ട്രിക്റ്റുകൾ എന്നുള്ള രീതിയിലുള്ള ഒരു ഫെഡറൽ സ്ട്രക്ചർ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അതുപോലെ തന്നെ ദ ഓഫീസ് ഓഫ് ദ ഗവർണർ, ഗവർണറുടെ ഓഫീസ്, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻ വേറെടുത്തും കൂടി വരുന്നുണ്ട്, അപ്പം ഞാൻ പറയാം. എമർജൻസി പ്രൊവിഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്. സി, പക്ഷേ PSC ചോദിക്കുന്നത് ദ ഫെഡറൽ സ്ട്രക്ചർ, PSC അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, ഇത് മൂന്നുമേ ചോദിക്കാറുള്ളൂ. കാര്യം എമർജൻസി പ്രൊവിഷൻ ഇറ്റ് ഇസ് മോർ ഓർ ലെസ് ടേക്കൺ ഫ്രം ദ വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് ഒന്നും കൂടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളങ്ങനെ പറയുന്നുണ്ട്, എമർജൻസി പ്രൊവിഷനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഫെഡറൽ സ്ട്രക്ചർ, then Public Service Commission and administrative details are actually taken from the Government of India Act 1935. Then British Constitution. നമ്മുടെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? The first one, the parliamentary form of government. The rule of law. Then legislative procedures. Then importantly, single citizenship. It is taken from the British Constitution. Then the cabinet system, and then the cabinet kind of system. Then prerogative kind of writs. The parliamentary privileges and bicameralism. So അങ്ങനെ നമ്മുടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, പ്രൊറോഗേറ്റീവ് റിറ്റ്സ്, പാർലമെന്ററി പ്രിവിലേജ് ആൻഡ് ബൈകാമറലിസം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ബോറോ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറയാം. Then US Constitution, federation with a strong center, and then vesting of the residuary powers in the center. Then appointment of state governors by the center, and advisory jurisdiction of the Supreme Court-ന്റേതായിട്ടുള്ള ഒരു advisory jurisdiction. ഇത്രയും കാര്യങ്ങൾ നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതായത് ദ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ, ഒരു സ്ട്രോങ് സെൻറ്ററോട് കൂടിയുള്ള ഫെഡറൽ സ്കീം നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് എടുത്തിട്ടുള്ളതെങ്കിലും ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സുപ്രീം കോർട്ടിൻ്റെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ചോദിക്കാൻ കൊള്ളാം 143. കാരണം ഇപ്പം നമ്മളുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു നമ്മളുടെ സുപ്രീം കോടതിയോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്രസിഡന്റിന് ടൈം കൊടുക്കാമോ, ഇത്ര ടൈമിനുള്ളിൽ ഒപ്പിടണം എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം കോടതിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, നമുക്ക് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്, അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഈ പറയുന്ന രീതിയിൽ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് the republic and the ideals of liberty, equality and fraternity in the preamble. നമ്മളെ പ്രിയാമ്പിളിനകത്തുള്ള ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നുള്ള രീതിയിലുള്ള 3 കാര്യങ്ങൾ, അത് ബേസിക് ഐഡിയൽസ് ആണ്. ആക്ച്വലി ദിസ് ഇസ് ഫ്രഞ്ച് റവല്യൂഷൻ നിന്ന് തന്നെയാണ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നുള്ള കോൺസെപ്റ്റുകൾ വരുന്നത്. അത് മാത്രമല്ല ദ റീപബ്ലിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നമ്മൾ എടുത്തിട്ടുള്ളത് ദ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദെൻ the Soviet constitution, USSR or Russian or actually like the Soviet kind of constitution. നമ്മളുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എടുത്തിട്ടുള്ളത് USSR നിന്നാണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് USA, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് USSR. The ideals of the justice, so important ideal of liberty, equality and fraternity French ആണ്. എന്നാൽ ideal of justice, the social, economic and political justice, it is actually taken from the preamble. Then Irish Constitution, the directive principles of the state policy, നമ്മളുടെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് ആയിട്ടുള്ള പ്രിൻസിപ്പൽസ്. The nomination of members to Rajya Sabha,
ആൻഡ് the method of election നമ്മളുടെ ഈ പറയുന്ന പ്രസിഡന്റിന്റെ മെത്തഡ് ഓഫ് ഇലക്ഷൻ എന്താണ് എന്നുള്ള രീതിയിലും നമ്മളുടെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തിട്ടുള്ളത്. സോ DPSP ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു സത്യം പറഞ്ഞാലോ, ഈ അയർലൻഡുകാർ ഈ DPSP അടിച്ചു മാറ്റിയത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതായത് ഇലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടി എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നിന്ന് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അടിച്ചു മാറ്റി, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അടിച്ചു മാറ്റി. സോ അങ്ങനെയാണ് DPSP. The nomination of members of the Rajya Sabha and method of election of the president. നമ്മൾ രാജ്യസഭയിലേക്ക് നമ്മൾ 12 പേരെ എന്ത് ചെയ്യാറുണ്ട്? നോമിനേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു നോമിനേഷൻ മെത്തേഡ് നമ്മൾ എവിടെ നിന്നാണ് അടിച്ചു മാറ്റിയിട്ടുള്ളത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ് നമ്മൾ അടിച്ചു മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ പ്രസിഡന്റിന്റെ ഇലക്ഷന്റെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നതും നമ്മൾ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് പറയും. Then very important, the concurrent list as well as joint sitting of 2 houses of the parliament. നമ്മുടെ പാർലമെന്റിന്റെ 2 ഹൗസസിന്റെയും ജോയിന്റ് സിറ്റിംഗ്, അതുപോലെ തന്നെ ആക്ച്വലി concurrent list joint sitting of the 2 houses of the parliament. Then freedom of trade, commerce and intercourse. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ് എടുത്തിട്ടുള്ളത്. concurrent list, freedom of trade, commerce and intercourse, and joint sitting. All these are taken from the Australian kind of constitution. Then the Weimar Constitution, ജർമ്മനിയിലെ വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ. ജർമ്മനിയിലെ വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് the suspension of fundamental rights during emergency. So that's it. Emergency നമ്മൾ ആദ്യം പറഞ്ഞു, എമർജൻസി പ്രൊവിഷൻ 1935 ആക്ടിൽ നിന്നാണ്. എന്നാൽ ദ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി, ഒരു എമർജൻസി സമയത്ത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് വെയ്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. Then the Canadian Constitution, Canada. The residuary powers is vested with the center. What is residuary powers? കാരണം നമുക്കൊരു യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, ഒരു സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, ഒരു കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഈ ഒരു 3 ലിസ്റ്റിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഉണ്ടായി വരും. സോ അങ്ങനെ 3 ലിസ്റ്റിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായി വന്നാൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക? അതിനെയാണ് നമ്മൾ റെസിജ്വറി പവേഴ്സ് എന്ന് പറയുക. അത്തരത്തിലുള്ള റെസിജ്വറി ലിസ്റ്റ് അല്ലെങ്കിൽ റെസിജ്വറി പവേഴ്സ് നമ്മൾ സെന്ററിലാണ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ റെസിജ്വറി പവേഴ്സ് വിൽ ബി വെസ്റ്റഡ് വിത്ത് ദ സെന്റർ എന്ന് പറയുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ അപ്പോയിൻമെന്റ് ടു ദ സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെന്റർ. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഗവർണേഴ്സിന് ഈ പറയുന്ന രീതിയിൽ സെന്റർ അപ്പോയിന്റ് ചെയ്യുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ദെൻ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കൽ 143. സോ ഈ ആർട്ടിക്കൽ 143 അഥവാ അഡ്വൈസറി ജൂറിസ്ഡിക്ഷനും എടുത്തിട്ടുള്ളത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കും. ആൻഡ് ദെൻ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്നതാണ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. എങ്ങനെ ക്വസ്റ്റ്യൻ എന്ന് പറയട്ടെ? ഇപ്പുറത്ത് നോക്കൂ, റൂൾ ഓഫ് ലോ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ്. റൂൾ ഓഫ് ലോ ഇവിടെ നിന്നാണ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ്. എന്നാൽ ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ് നമ്മൾ ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എടുത്തിട്ടുള്ളത്. ദെൻ സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പ്രൊസീജിയർ ഫോർ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ. പ്രൊസീജിയർ ഓഫ് അമെൻമെന്റ് നമ്മളുടെ അമെൻമെന്റിന്റെ പ്രൊസീജിയർ ആർട്ടിക്കിൾ 368 നമ്മളുടെ അമെൻമെന്റിന്റെ പ്രൊസീജിയർ നമ്മൾ എടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ തന്നെ രാജ്യസഭയിലെ മെമ്പേഴ്സിന്റെ ഇലക്ഷൻ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു നോമിനേഷൻ മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, നോമിനേഷൻ അയർലൻഡ്. എന്നാൽ ഈ പറയുന്ന രീതിയിൽ ഇലക്ഷൻ ടു രാജ്യസഭ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കും. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ കിട്ടുന്നൊരു കാര്യമാണ്. അടിച്ചാൽ നമുക്ക് എന്താണ് ഫുൾ മാർക്ക് കിട്ടും. ആ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് കിട്ടുന്ന അത്യാവശ്യം സിമ്പിളായിട്ടുള്ള കാര്യമാണ് ദ സോഴ്സസ്. അതുകൊണ്ട് ആ സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് കാര്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കും. ദെൻ ദ നെക്സ്റ്റ് സാലിയന്റ് ഫീച്ചർ, ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതായത് ചില കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ റിജിഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സ് എ വെരി റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് റിക്വയർസ് എ സ്പെഷ്യൽ പ്രൊസീജിയർ ഫോർ ഇറ്റ്സ് അമെൻമെന്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു അമെൻമെന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് വേണം. സോ അത്തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ പറയും. എന്നാൽ ഒരു ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി അമെൻഡഡ് ഇൻ ദ സെയിം മാനർ
ആസ് ഓർഡിനറി ലോസ് ആർ മെയ്ഡ്. ഒരു ഓർഡിനറി ലോസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് സിമ്പിൾ മെജോറിറ്റിയും ഒന്ന് ഏകദേശം ഒരു സ്പെഷ്യൽ മെജോറിറ്റി റാറ്റിഫിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അമേരിക്കയിൽ അത്തരത്തിലൊരു സ്പെഷ്യൽ മെജോറിറ്റി റാറ്റിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ഈ പറയുന്ന ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഓർഡിനറി കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ ആർട്ടിക്കിൾ 368 ഇത്തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള അമെൻമെന്റുകളും പറയുന്നുണ്ട്. അതായത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് പറയുന്നുണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് റാറ്റിഫിക്കേഷൻ കുറച്ചും കൂടി ഒരു റിജിഡ് ആയിട്ടുള്ള പ്രോസസ്സിനെ പറ്റി പറയുന്നുണ്ട്. ഡയറക്ട്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അല്ലെങ്കിൽ പോലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ചില പ്രൊവിഷൻസ് ഒക്കെ നമുക്ക് സിമ്പിൾ മെജോറിറ്റി വെച്ചും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ആ ഒരു രീതിയിൽ ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റിയുടെയും റിജിഡിറ്റിയുടെയും ഒരു ബ്ലെൻഡാണ്, അത്തരത്തിലുള്ളൊരു ബ്ലെൻഡാണ് ഏത് നമ്മളുടെ ഈ പറയുന്ന രീതിയിലുള്ള നമ്മളുടെ ലൈക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. Then another thing is actually our Indian constitution states about a federal system with a unitary bias. അതായത് എന്താ വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്തിട്ടില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഇന്ത്യ ഫെഡറേഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഇന്ത്യ ക്വാസി ഫെഡറേഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 1 പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഈസ് ആക്ച്വലി ലൈക്ക് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആയിട്ടാണ്, ഒരു ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്, ഒരു ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആയിട്ടാണ്. അതായത് എന്താണ് ഒരു ഫെഡറൽ സിസ്റ്റം? ദ പ്രൊവിഷൻ ഓഫ് ടു ഗവൺമെന്റ്സ്, അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റ് അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇന്ത്യയിലില്ലേ? ഉണ്ട്. ദെൻ ഡിവിഷൻ ഓഫ് പവർ, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ഡിവിഷൻ ഓഫ് പവർ ഇന്ത്യയിലില്ലേ? യെസ്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലുണ്ട്. ദ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സുപ്രീമസി. ദെൻ റിജിഡിറ്റി, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റിജിഡിറ്റി. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ആക്ച്വലി നമ്മുടെ ജുഡീഷ്യറിക്കകത്ത് 4 I ഉണ്ടല്ലോ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്, it is integrated, it is having impartiality and it is having integrity. Impartiality ഇല്ലാത്ത ഒരു ഇന്റഗ്രിറ്റി, അവർക്ക് തന്നെ ഒരു ഇന്റഗ്രിറ്റി ഇല്ല. നമ്മളുടെ എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേച്ചറിൽ നിന്നും മാറി ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. എന്നാൽ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ലോവർ കോർട്ട് എന്നുള്ള രീതിയിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി തന്നെയാണ് ഇന്ത്യക്കുള്ളത്. ആൻഡ് ദെൻ വി ആർ ഹാവിംഗ് ബൈക്യാമറലിസം ഓൾസോ, a Lok Sabha and a Rajya Sabha, a state legislative assembly and a state legislative council. So it is actually a perfect blend of federal system with a unitary bias. എന്താണ് ഒരു യൂണിറ്ററി ബയാസ്? അതായത് ഈ പറയുന്ന രീതിയിൽ ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ പവേഴ്സ് നമ്മൾ വെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പവേഴ്സ് എല്ലാം കൂടുതൽ ആക്ച്വലി സെന്ററിലേക്ക് തന്നെയാണ്. അതായത് നമ്മളൊരു യൂണിയൻ ആണ്, 100% നമ്മളൊരു യൂണിയൻ ആണ്. അതുകൊണ്ട് തന്നെ ആക്ച്വലി എത്ര ഫെഡറേഷൻ ആണെന്ന് പറഞ്ഞാലും പവറിൻ്റെ ഒരു ആക്സിസ് എപ്പോഴും ടിൽട്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മളുടെ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ സെൻറ്ററിലേക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യം. ദെൻ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. The parliamentary system or Indian system is also known as actually like we have taken the Westminster model. നമ്മളുടെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ തന്നെയാണ് നമ്മൾ ഇന്ത്യയിലും എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ആക്ച്വലി വി ആർ ഹാവിംഗ് എ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആൻഡ് എ ക്യാബിനറ്റ് ഗവൺമെന്റ്. സി അവർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇസ് റെസ്പോൺസിബിൾ ടു ലോക്സഭ. നമ്മളുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എങ്ങോട്ടേക്കാണ്? ലോക്സഭയ്ക്ക് റെസ്പോൺസിബിൾ ആണ്. സോ ആ ഒരു രീതിയിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ വി ആർ ആക്ച്വലി ഹാവിംഗ് എ ക്യാബിനറ്റ് ഗവൺമെന്റ് ഓൾസോ. നമുക്ക് എന്തുകൂടിയുണ്ട്? ഒരു ക്യാബിനറ്റ് ഗവൺമെന്റ് കൂടിയുണ്ട്. അത്തരത്തിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് ഗവൺമെന്റ് തന്നെയാണ് ഇന്ത്യക്കുള്ളത് എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കും. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷസ് ദ പാർലമെന്ററി സിസ്റ്റം നോട്ട് ഓൺലി അറ്റ് ദ സെൻറ്റർ ബട്ട് ഓൾസോ അറ്റ് ദ സ്റ്റേറ്റ്സ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പാർലമെന്ററി സിസ്റ്റത്തെ സെൻറ്ററിലേക്ക് മാത്രമല്ല സ്റ്റേറ്റ്സിലേക്ക് കൂടി കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇതേപോലൊരു ക്യാബിനറ്റ് സിസ്റ്റം തന്നെയാണ് സ്റ്റേറ്റിലും ഉള്ളത്. ഓക്കെ, യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേച്ചർ നോക്കുകയാണെങ്കിൽ അവിടെയും ഇത്തരത്തിലുള്ള ഒരു ക്യാബിനറ്റ് സിസ്റ്റവും ആൻഡ് ദെൻ ദ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. സോ ആ ഒരു രീതിയിൽ നമ്മളൊരു പക്ക പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുക? ഇന്ത്യയുടെ ഗവൺമെന്റ്, ഇന്ത്യയുടെ പാർലമെന്റ് നോക്കൂ, മെജോറിറ്റി പാർട്ടി റൂൾ അല്ലേ? യെസ്. ആർക്കാണോ ഈ പറയുന്ന രീതിയിൽ മെജോറിറ്റി കിട്ടുന്നത്, ദേ ആർ ആക്ച്വലി റൂളിംഗ് ഇറ്റ്. Then the presence of nominal and real executive.
ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ പ്രസിഡന്റ് ഇസ് എ നോമിനൽ എക്സിക്യൂട്ടീവ്, വൈൽ ദ പ്രൈം മിനിസ്റ്റർ ഇസ് എ റിയൽ എക്സിക്യൂട്ടീവ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് നോമിനൽ എക്സിക്യൂട്ടീവും എന്നാൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് റിയൽ എക്സിക്യൂട്ടീവുമാണ്. സോ ആ ഒരു രീതിയിൽ നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ട്. മെജോറിറ്റി പാർട്ടി, ഒരു മെജോറിറ്റി പാർട്ടിയുടേതായിട്ടുള്ള രീതിയിലുള്ള റൂൾ ഉണ്ട്. then the membership of ministers in the legislature, membership of ministers in the legislature, അതായത് എക്സിക്യൂട്ടീവ് ആണ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ആൻഡ് ദേ ആർ ഓൾസോ എം പീസ് ഓൾസോ. അല്ലെങ്കിൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവിലാണ് മിനിസ്റ്റേഴ്സ് വരിക, ആൻഡ് ദേ ആർ ഓൾസോ MLA ഓൾസോ. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ the membership of ministers in the legislature is also there. then the leadership of prime minister or the chief minister, അതായത് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ദ അൾട്ടിമേറ്റ് അതോറിറ്റി ലൈസ് വിത്ത് ദ പ്രൈം മിനിസ്റ്റർ ഓർ ഇൻ ദ സ്റ്റേറ്റ്സ് ഇറ്റ്സ് എ ചീഫ് മിനിസ്റ്റർ. സോ ആ ഒരു രീതിയിൽ ആ ഒരു പ്രൈം മിനിസ്റ്ററിനെ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററിനെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഹി ഈസ് ദ സൺ അമംഗ് ദ സ്റ്റാർസ് എന്നുള്ള രീതിയിൽ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സോ അത്തരത്തിൽ പ്രൈം മിനിസ്റ്ററിന്റെ ലീഡർഷിപ്പിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പാർലമെന്ററി സിസ്റ്റം. ദെൻ the lower house alone can be dissolved. നമുക്ക് അപ്പർ ഹൗസ് അഥവാ രാജ്യസഭ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്റ്റേറ്റിലെ അപ്പർ ഹൗസ് അഥവാ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഭരിക്കാൻ ആർക്കും മെജോറിറ്റി ഇല്ലാതെ വന്നാൽ ലോവർ ഹൗസ് ആണ് ഡിസോൾവ് ചെയ്യുക. ദാറ്റ്സ് ആക്ച്വലി എ പാർട്ട് ഓഫ് ദ പാർലമെന്ററി സിസ്റ്റം. അത് പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ദെൻ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ the council of ministers, അവരെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയാം. The council of ministers is collectively responsible to Lok Sabha or the legislature, and they are individually responsible to president. And they are collectively responsible to the legislature. അങ്ങനെ ലെജിസ്ലേച്ചറിന് അവർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, സോ അത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മളുടെ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ് എന്ന് പറയും. Then the synthesis of parliamentary sovereignty and judicial supremacy. അതായത് നമ്മൾ പാർലമെന്ററി സൊവാറിനിറ്റിയുടെയും ഒരു ജുഡീഷ്യൽ സുപ്രമസിയുടെയും ഒരു ആകെത്തുകയാണ് അല്ലെങ്കിൽ ഒരു സിന്തസിസ് ആണെന്ന് പറയാം. അതായത് ബ്രിട്ടീഷ് പ്രിൻസിപ്പലാണ് പാർലമെന്ററി സൊവാറിനിറ്റി, എന്നാൽ അമേരിക്കൻ പ്രിൻസിപ്പലാണ് ജുഡീഷ്യൽ സുപ്രീമസി. നിങ്ങൾ നോക്കൂ, സുപ്രീം കോർട്ടിന് ഒരു സൈഡിൽ നമ്മളുടെ പാർലമെന്റിന്റെ ലോസ് എല്ലാം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നുള്ള രീതിയിൽ പറയാനുള്ള ജുഡീഷ്യൽ റിവ്യൂ, അതിന്റെ ഒരു പവർ സുപ്രീം കോർട്ടിനുണ്ട്. അതായത് അവിടെ സുപ്രീം കോർട്ട് എന്ത് തന്നെയാണ്? ജുഡീഷ്യലി സുപ്രീം തന്നെയാണ്. എന്നാൽ പാർലമെന്റിന് ഓൺ ദ അതർ ഹാൻഡ് അവർക്ക് സൊവാറിനിറ്റി ഉണ്ട്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള മേജർ പോർഷൻസ് എല്ലാം എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അമെൻഡ് ചെയ്യാനുള്ള പവർ എവിടെയുണ്ട്? പാർലമെന്റിനുണ്ട്. അതായത് പാർലമെന്റ് ജുഡീഷ്യറിയോട് ചോദിക്കാതെ തന്നെ അമെൻമെന്റ് കൊണ്ടുവരാം, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ മേജർ പാർട്ടുകൾ അമെൻഡ് ചെയ്യാം. സോ അങ്ങനെ അവർക്ക് ഒരു പാർലമെന്ററി സൊവാറിനിറ്റി ഉണ്ട്. എന്നാൽ ജുഡീഷ്യറിക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന അമെൻമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോ ആയിക്കോട്ടെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന രീതിയിൽ അതിനെ എടുത്തു കളയാൻ, ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനും പറ്റും. സോ ദാറ്റ്സ് എ പെർഫെക്റ്റ് സിന്തസിസ്. സോ ആ ഒരു രീതിയിൽ പാർലമെന്ററി സൊവാറിനിറ്റിയുടെയും ജുഡീഷ്യൽ സുപ്രമസിയുടെയും ഒരു സിന്തസിസ് ആണ് എന്നുള്ള രീതിയിൽ കൂടി പറയാം. The next is salient feature. It is integrated and an independent judiciary. It is integrated as well as independent judiciary. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിനെ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഇൻ്റഗ്രേറ്റഡും ഇൻഡിപെൻഡൻറ്റും. വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റഡ്? സുപ്രീം കോർട്ട് ഏറ്റവും ടോപ്പിൽ, ഓക്കെ, അതിന് മുകളിലോ അതിന് തുല്യമായിട്ടുള്ള മറ്റൊരു ജുഡീഷ്യറിയില്ല. ദെൻ എല്ലാ സ്റ്റേറ്റുകളിലും ഹൈക്കോർട്ട്, ഓക്കെ, അതിന് താഴെ ആക്ച്വലി എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിക്ട് കോർട്ടുകൾ, ലോവർ കോർട്ടുകൾ എന്നുള്ള രീതി. ദാറ്റ്സ് ആൻ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം. അങ്ങനെ വരുമ്പോൾ സുപ്രീം കോർട്ട് ഒരു ഫെഡറൽ കോർട്ടായിട്ട് മാറും. സുപ്രീം കോർട്ട് ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീലായിട്ട് മാറും. സുപ്രീം കോർട്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗ്യാരണ്ടിയർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് തന്നെ സുപ്രീം കോർട്ട് വരുമെന്നുള്ളതാണ് കാര്യം. സോ ആ ഒരു രീതിയിൽ ഇറ്റ് ഈസ് അൻ ഇൻ്റഗ്രേറ്റഡ് കൈൻഡ് ഓഫ് തിങ്. ആൻഡ് അതർ തിങ്, ഇറ്റ് ഈസ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ് ഓൾസോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ജുഡീഷ്യൽ കൈൻഡ് ഓഫ് സുപ്രമസി നമ്മൾ പറഞ്ഞു. സോ ആ ഒരു രീതിയിൽ ഇറ്റ് ഈസ് ടോട്ടലി ഇൻഡിപെൻഡൻറ്റ് ഫ്രം എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിന് സത്യത്തിൽ നമ്മുടെ ജുഡീഷ്യറിക്കകത്ത് ഓക്കെ അവരുടെ ഒരു അപ്പോയിൻമെന്റിന്റെ സമയത്ത് പ്രസിഡന്റാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായിട്ടൊന്നും എക്സിക്യൂട്ടീവിന് അതിനകത്ത് ഇടപെടാനായിട്ടില്ലല്ലോ. അതുപോലെ തന്നെ നമ്മളുടെ ലെജിസ്ലേറ്റീവിന് എന്താണ് ഈ പറയുന്ന രീതിയിൽ സുപ്രീം കോർട്ടിനെ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ പാർലമെന്റിൽ സംസാരിക്കാൻ പറ്റില്ല.
ആകെ സംസാരിക്കാൻ പറ്റുന്ന അവരുടെ ഇംപീച്ച്മെൻറ്റ് മോഷൻ ഉള്ളപ്പോൾ മാത്രമാണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ജുഡീഷ്യറി ഉണ്ട് എന്ന് തന്നെ പറയാം. ദെൻ വി ആർ ഹാവിങ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. സോ ആ ഒരു രീതിയിൽ തുടക്കത്തിൽ നമുക്ക് 7 ഫണ്ടമെൻ്റൽ റൈറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഫോർ റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ള രീതിയിൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റുകളാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 31 അഥവാ നമ്മളുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മൾ 44 അമെൻമെൻറ്റ് വഴി എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ ടോട്ടലി ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള രീതിയിൽ, ദേ ആർ എൻഫോഴ്സിബിൾ ആയിട്ടുള്ള രീതിയിൽ, ജസ്റ്റിഫയബിളും എൻഫോഴ്സിബിളും ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള പോയിന്റ്. ദെൻ വി ആർ ഹാവിങ് എ DPSP. DPSP is also a salient feature or a novel feature of the constitution. അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4 നമ്മൾ DPSP കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്താണ് DPSP? നമ്മളുടെ ഇന്ത്യയിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഐഡിയൽ ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി ആസ് വെൽ ആസ് ആൻ എക്കണോമിക് കൈൻഡ് ഓഫ് ഡെമോക്രസി, അത് കൊണ്ടുവരാനായിട്ട്, നമ്മളുടെ സോഷ്യലിസ്റ്റിക് ഐഡിയാസ് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ DPSP കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. DPSPയെ നമ്മൾ ഗാന്ധിയൻ, ലിബറൽ ഇൻ്റലക്ച്വൽ ആൻഡ് സോഷ്യലിസ്റ്റിക് എന്നുള്ള രീതിയിൽ 3 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യലിസ്റ്റിക് DPSP, ഗാന്ധിയൻ DPSP, ലിബറൽ ഇൻ്റലക്ച്വൽ DPSP എന്നുള്ള രീതിയിൽ 3 തരത്തിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. ഇങ്ങനെ ഒരു കേസിൻ്റെ മിനവാമിൽ കേസ്, ഒരു ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും DPSPയുടെയും ഒരു ബാലൻസിലാണ് നിലനിൽക്കുന്നത്. നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും DPSPയുടെയും ഒരു ബാലൻസിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മിനവാമിൽ കേസ്. സോ മിനവാമിൽ കേസിലാണ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ട് ഓൺ ദ ബെഡ് റോക്ക് ഓഫ് ദ ബാലൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് DPSP. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും DPSPയുടെയും ആക്ച്വലി എന്താണ് ഒരു ബാലൻസിലാണ് നമ്മളുടെ നിൽക്കുന്നത്, ഈ പറയുന്ന നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞത് മിനവാമിൽ കേസ്. Then we are having a fundamental duties also. അതായത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ 42nd അമെൻമെൻറ്റ് വഴി നമ്മൾ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്തു. പിന്നീട് 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വഴി നമ്മൾ 11ാമത്തെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ പാർട്ട് 4A ആർട്ടിക്കിൾ 51A നമ്മൾ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇറ്റ് ഇസ് നോട്ട് എൻഫോഴ്സിബിൾ, നോട്ട് ജസ്റ്റീഷ്യബിൾ. എൻഫോഴ്സിബിൾ അല്ല, ജസ്റ്റിഫയബിൾ അല്ല. കാരണം ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്. അവിടെ ഒരിക്കലും ഡ്യൂട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് കാര്യം. ദെൻ വി ആർ എ സെക്കുലാർ സ്റ്റേറ്റ്. ഇന്ത്യ ഇസ് എ സെക്കുലാർ സ്റ്റേറ്റ്. അതായത് നമ്മൾ നോക്കിയാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സെക്കുലാർ സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അതായത് ഇന്ത്യക്ക് ഒരിക്കലും ഒരു ഒഫീഷ്യലായിട്ടുള്ള റിലീജിയൻ ഇല്ല. ഡസ് നോട്ട് അപ്ഹോൾഡ് എനി റിലീജിയൻ. നമ്മളെല്ലാ റിലീജിയനും ഈക്വൽ സ്റ്റാറ്റസും ഈക്വൽ സപ്പോർട്ടുമാണ് ഇന്ത്യയിൽ കൊടുക്കുന്നത്. ബട്ട് സെക്കുലാർ എന്ന് പറയുന്ന വാക്ക് നമ്മളുടെ പ്രിയാമ്പിളിനകത്തേക്ക് ആഡ് ചെയ്തത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി 1976 അതൊന്ന് അറിഞ്ഞിരിക്കുക. സെക്കുലറിസം എന്ന വാക്ക് നമ്മളിത് പ്രിയാമ്പിൾ എടുക്കുമ്പോൾ കാര്യമായി ഡിസ്കസ് ചെയ്യും. സോ ആ ഒരു രീതിയിൽ 42nd അമെൻമെൻറ്റ് വഴിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കും. ദെൻ വി ആർ ഹാവിങ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ്. അതൊരു സാലിയൻ ഫീച്ചർ മാത്രമല്ല, അതൊരു ഫെഡറൽ നേച്ചറുള്ള ഒരു ഫെഡറൽ കാര്യം കൂടിയാണ്. അതായത് ഇന്ത്യയിൽ ഒരു ഡ്യുവൽ പൊളിറ്റി ഉണ്ട്, സെൻറ്ററും ഉണ്ട്, സ്റ്റേറ്റ്സും ഉണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ. നമുക്ക് കേരള സിറ്റിസൺഷിപ്പ് ഇല്ല, നമുക്ക് തമിഴ്നാട് സിറ്റിസൺഷിപ്പ് ഇല്ല, അങ്ങനെയുള്ളൊരു കാര്യമില്ല. എന്നാൽ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അമേരിക്കയിലെ ടോട്ടൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സിറ്റിസണുമാണ്, അത് സ്റ്റേറ്റിൻ്റെ സിറ്റിസണുമാണ്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയില്ല. വി ആർ ഹാവിങ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ് ഓൾസോ, സിംഗിൾ സിറ്റിസൺഷിപ്പ് ഓൺലി. ഒരു ഡ്യുവൽ പൊളിറ്റി ഉണ്ടെങ്കിൽ പോലും വി ആർ ഹാവിങ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ്. ദെൻ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. സോ അങ്ങനെ ടോട്ടൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമുക്കുണ്ട്. അതായത് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ ആയിട്ടുള്ള ഓർഗൻസിനെ നമ്മൾ സെൻറ്ററിലായിക്കോട്ടെ സ്റ്റേറ്റിലായിക്കോട്ടെ വളരെ വളരെ സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുക. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നോക്കണോ, നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ എക്സിക്യൂട്ടീവിൻ്റെ കീഴിലല്ല, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ പല കാര്യങ്ങളിലും ജുഡീഷ്യറിയുടെ കീഴിലല്ല. നമ്മളുടെ CAG ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന, നമ്മളുടെ മന്ത്രിമാരെയോ നമ്മളുടെ പ്രൈം മിനിസ്റ്ററിനെയോ ആക്ച്വലി എന്ത് ചെയ്യാൻ പേടിക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ CAG നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്.
സോ അത്തരത്തിലുള്ള വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബോഡീസും നമ്മളുടെ ഒരു സലിയൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. ദെൻ എമർജൻസി ഓൾസോ. സി വി ആർ ഹാവിങ് 3 ടൈപ്പ് ഓഫ് എമർജൻസി. ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള രീതിയിലുള്ള സ്പോണ്ടേനിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യാനായിട്ടാണ് നമ്മൾ എമർജൻസി പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വി ആർ ഹാവിങ് നാഷണൽ എമർജൻസി, വി ആർ ഹാവിങ് സ്റ്റേറ്റ് എമർജൻസി ആൻഡ് വി ആർ ഹാവിങ് ഫൈനാൻഷ്യൽ എമർജൻസി. അങ്ങനെ ആർട്ടിക്കിൾ 352 വഴി നമുക്ക് നാഷണൽ എമർജൻസി, 356 വഴി പ്രസിഡൻസ് റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ആൻഡ് 360 വഴി ഫൈനാൻഷ്യൽ എമർജൻസി എന്നുള്ള രീതിയിലുള്ള 3 എമർജൻസീസ് നമുക്കുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കും. ക്ലിയർ അല്ലേ? ദെൻ a three-tier government. See, this is basically a three-tier government system is actually a പഞ്ചായത്ത് രാജ് ഇനിഷ്യേറ്റീവ്. സി ആർട്ടിക്കിൾ 40 DPSP നമ്മൾ പഞ്ചായത്ത് രാജ് എന്നുള്ളൊരു കാര്യം വേണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് 73rd 74th അമെൻമെൻറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-tier ഗവൺമെൻറ് സിസ്റ്റം, അതായത് ഏറ്റവും താഴെ ഗ്രാമപഞ്ചായത്ത്, ദെൻ ബ്ലോക്ക് പഞ്ചായത്ത്, ദെൻ ജില്ലാ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഒരു 3-tier ഗവൺമെൻറ് സിസ്റ്റം നമ്മൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവരുന്നു. സി അങ്ങനെ 73rd അമെൻമെൻറ്റ് വഴി പഞ്ചായത്തിനെ നമ്മൾ റൂറൽ ലോക്കൽ ഗവൺമെൻറ് ആയിട്ട് കൊണ്ടുവന്നു. 74th അമെൻമെൻറ്റ് വഴി നമ്മൾ മുനിസിപ്പാലിറ്റിയെ അർബൻ ലോക്കൽ ബോഡി ആയിട്ടും കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ പാർട്ട് 9 എന്നുള്ളൊരു പുതിയ പാർട്ട് പഞ്ചായത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തു. പുതിയൊരു സ്കെഡ്യൂൾ 11 പഠിച്ചോണേ, സ്കെഡ്യൂൾ 11 നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ 74th അമെൻമെൻറ്റ് വഴി നമ്മൾ മുനിസിപ്പാലിറ്റിക്കായി പാർട്ട് 9A എന്നുള്ളൊരു പുതിയ പാർട്ടും ഒരു പുതിയ സ്കെഡ്യൂളും ആഡ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു 3-tier ഗവൺമെൻറ് സിസ്റ്റം തന്നെ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അനദർ ഇമ്പോർട്ടൻറ്റ് സാലിയൻ കൈൻഡ് ഓഫ് ഫീച്ചർ. ദെൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് 97ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുകയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവർക്കായിട്ട് 243 ZH എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയൊരു ആർട്ടിക്കിൾസ് തന്നെ നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അത്തരത്തിലുള്ളൊരു സിസ്റ്റം കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. ദെൻ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും അവരുടെ കാസ്റ്റ് നോക്കാതെ, റിലീജിയൻ നോക്കാതെ, സെക്സ് നോക്കാതെ, ലിറ്ററസി നോക്കാതെ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നോക്കാതെ എല്ലാവർക്കും ഒരുപോലെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നു. അതായത് പണ്ടത്തെ കാലത്ത് എങ്ങനെയാ വെച്ചാൽ അവരുടെ കാസ്റ്റ് നോക്കി, അവരുടെ വെൽത്ത് നോക്കിയായിരുന്നു ഈ പറയുന്ന രീതിയിൽ വോട്ടിങ് റൈറ്റ് കൊടുക്കുക. അത് മാത്രമല്ല അവരുടെ വെൽത്ത് നോക്കി, അവരുടെ സ്റ്റാറ്റസ് നോക്കി അവരുടെ വോട്ടിനും എന്തുണ്ടാവും, ഈ പറയുന്ന രീതിയിൽ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഞാൻ വോട്ട് ചെയ്താലും, രാജാവ് വോട്ട് ചെയ്താലും, മോദിജി വോട്ട് ചെയ്താലും, പിണറായിജി വോട്ട് ചെയ്താലും ആ വോട്ടിൻ്റെ വാല്യൂ 1 ആണ്. 18 വയസ്സ് തികഞ്ഞ ഏത് പൗരനും ഇന്ത്യയിൽ വോട്ട് ചെയ്യാനായിട്ടും പറ്റുമെന്നുള്ളതാണ് ദ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ വോട്ടിംഗ് ഏജ് 21 വയസ്സായിരുന്നു. നമ്മളുടെ വോട്ടിംഗ് ഏജ് എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു. പിന്നീട് നമ്മൾ 61ാമത്തെ 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1988 വഴിയാണ് നമ്മൾ ഈ വോട്ടിംഗ് ഏജ് 18 നിന്ന് 21 നിന്ന് 18 നമ്മൾ കുറച്ച് വെച്ചത് എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മളുടെ ഒരു കൈൻഡ് ഓഫ് കുറച്ച് സാലിയൻ ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ പറയും. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ സ്കെഡ്യൂളുകളും എന്തിനെ പറ്റി പറയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പോയിന്റ് കൂടി. അതായത് ദ സ്കെഡ്യൂൾ 1 നമ്മളുടെ സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറീസ്, അവയുടെ പേര്, ബൗണ്ടറി, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അവരുടെ ഏരിയ ബൗണ്ടറിയെ പറ്റി പറയുന്ന സ്കെഡ്യൂളാണ് സ്കെഡ്യൂൾ 1. സ്കെഡ്യൂൾ 2 നമ്മളുടെ പ്രസിഡന്റിന്റെ, ഗവർണറുടെ, സ്പീക്കറുടെ, ഡെപ്യൂട്ടി സ്പീക്കറുടെ, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജിമാരുടെ സ്പെഷ്യൽ പവറുകളും അവരുടെ സാലറിയും ഇമോൾമെന്റിനെ പറ്റി പറയുന്നതാണ് സ്കെഡ്യൂൾ 2. വേരിയസ് ഓത്തുകൾ നമ്മളുടെ ഈ പറയുന്ന പല അതോറിറ്റീസിൻ്റെ, എക്സെപ്റ്റ് ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഓത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ഓത്ത് പറയുന്ന ആർട്ടിക്കിളാണ് സ്കെഡ്യൂൾ 3, എംപിമാരുടെ, MLA-മാരുടെയൊക്കെ. ദെൻ സ്കെഡ്യൂൾ 4 അതായത് സ്റ്റേറ്റിലെയും യൂണിയൻ ടെറിട്ടറിയിലെയും രാജ്യസഭാ എംപിമാരുടെ എണ്ണത്തിനെ പറ്റി പറയുന്നതാണ് സ്കെഡ്യൂൾ 4. ദെൻ സ്കെഡ്യൂൾ 5 സ്കെഡ്യൂൾഡ് ഏരിയ, സ്കെഡ്യൂൾഡ് ട്രൈബ് അഡ്മിനിസ്ട്രേഷൻ. അത്തരത്തിലുള്ള അവർ കൺട്രോൾ ചെയ്യുന്ന ഏരിയാസ്, അതിനെപ്പറ്റി പറയുന്നതാണ് സ്കെഡ്യൂൾ 5. എന്നാൽ സ്കെഡ്യൂൾ 6 ഏകദേശം സെയിം ആണ്. അതായത് ഈ പറയുന്ന ST കൺട്രോളിലുള്ള, ട്രൈബൽ അഡ്മിനിസ്ട്രേഷൻ്റെ കൺട്രോളിലുള്ള MMAT,
അതായത് മേഘാലയ, മിസോറാം, ആസാം, ത്രിപുര, ബാക്കിയുള്ളതെല്ലാം സ്കെഡ്യൂൾ 5 വരും. എന്നാൽ മേഘാലയ, മിസോറാം, ആസാം, ത്രിപുര ഇവ 4 സ്കെഡ്യൂൾ 6 സ്കെഡ്യൂൾ 7 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം 3 ലിസ്റ്റുകളാണ്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. സ്കെഡ്യൂൾ 8 ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകൾ. നമുക്ക് 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ആണുള്ളത്. പക്ഷേ ഇംഗ്ലീഷ് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക. സോ അങ്ങനെ നമ്മൾ സ്കെഡ്യൂൾ 8 ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെ 22 ഒഫീഷ്യൽ ലാംഗ്വേജുകൾ നമുക്കുണ്ട്. ദെൻ സ്കെഡ്യൂൾ 9 വാലിഡേഷൻ ഓഫ് സർട്ടൻ ആക്ട്സ് ആൻഡ് റെഗുലേഷൻ. ചില ആക്ടുകളുടെ, ചില തരത്തിലുള്ള റെഗുലേഷൻസിൻ്റെ വാലിഡേഷനെ പറ്റിയിട്ട്, അതിന് പാർലമെൻറ്റ് നൽകുന്ന പ്രൊട്ടക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്, സ്കെഡ്യൂൾ 9 പറയുന്നത്. ദെൻ സ്കെഡ്യൂൾ 10 പാർട്ടി ചേഞ്ച് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എൻ MP ആൻഡ് MLA. ഒരു MP അഥവാ MLAയുടെ ആക്ച്വലി ആൻറ്റി ഡിഫക്ഷൻ, അവർ ഡിഫക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കണം, ഓക്കെ, അത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ള രീതിയിൽ പറയുന്നതാണ് സ്കെഡ്യൂൾ 10. Then 11 and 12, 11 deals with the powers and responsibility of the Panchayat, and Schedule 12 deals with the power and responsibility of the municipalities. So സ്കെഡ്യൂളുകളെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതൊന്ന് വൃത്തിക്കൊന്ന് നോക്കി വെക്കുക. ദെൻ കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ PSCയുടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ, ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫർ ഉണ്ട്. ആ ഒരു ഓഫർ ആക്ച്വലി ഓഗസ്റ്റ് 8, 1940 വരുന്നത്. ഓഗസ്റ്റ് ഓഫർ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഗവൺമെന്റിന് World War II സമയത്ത് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഫുൾ സപ്പോർട്ട് വേണമായിരുന്നു. അതിനായിട്ട് കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ ഒരു ഓഗസ്റ്റ് ഓഫർ എന്നുള്ള രീതിയിൽ പറയും. ആ ഒരു ഓഗസ്റ്റ് ഓഫർ അനൗൺസ് ചെയ്തത് വൈസ്രോയ് ലിൻലിത്ഗോ ആയിരുന്നു. വൈസ്രോയ് ലിൻലിത്ഗോ. ദെൻ ക്രിപ്സ് മിഷൻ. ആക്ച്വലി World War II സമയത്ത് ആക്ച്വലി ഈ പറയുന്ന ഇന്ത്യൻ സപ്പോർട്ടിനായിട്ട് വന്നിരുന്ന ഒരു മിഷനാണ് ക്രിപ്സ് മിഷൻ. സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, ഇവർ 3 പേരുമാണ് അതിലുണ്ടായിരുന്നത്. വിൻസെന്റ് ചർച്ചിൽ ആയിരുന്നു ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. അങ്ങനെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് മാർച്ച് 22, 1942. ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോ, മാർച്ച് 22, 1942. എന്നാൽ ഓഗസ്റ്റ് ഓഫർ ഓഗസ്റ്റ് 8. ദെൻ അതിനുശേഷമാണ് വേവൽ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അത് ജൂൺ 14, 1945. ഡേറ്റും ഇയേഴ്സുമാണ്, അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ വേവൽ പ്ലാൻ ജൂൺ 14, 1945. ഈ വേവൽ പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മീറ്റിംഗ് കൂടിയിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ പേരാണ് ഷിംല കോൺഫറൻസ് എന്നുള്ള രീതിയിൽ പറയും. വേവൽ പ്ലാൻ നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ത്യൻസിന് നമ്മൾക്ക് സ്വന്തമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നു എന്നുള്ളതാണ് കാര്യം. പക്ഷെ ആ സമയത്ത് വിൻസെന്റ് ചർച്ചിൽ ഇന്ത്യക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ആക്ച്വലി എന്തുണ്ടായിരുന്നില്ല, ഈ പറയുന്ന രീതിയിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ 1946 വിൻസെന്റ് ചർച്ചിലിന്റെ കൺസർവേറ്റീവ് പാർട്ടിയെ ആക്ച്വലി ഓവർത്രോ ചെയ്തുകൊണ്ട് ലേബർ പാർട്ടി നിലവിൽ വരുന്നു. അങ്ങനെ ലേബർ പാർട്ടി വരികയും ആ ലേബർ പാർട്ടിയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് സ്വാതന്ത്ര്യം തരുവാനുള്ള രീതിയിലേക്ക് ക്യാബിനറ്റ് മിഷൻ കമ്മിറ്റിയെ കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ ക്യാബിനറ്റ് മിഷൻ കമ്മിറ്റിയുടെ കീഴിലാണ് ഇന്ത്യയുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടുവരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴത്തെ സ്ലൈഡിലുണ്ട്. ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഡെമോക്രസി ആയിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫെഡറൽ സിസ്റ്റവും ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റവുമാണ് ഇന്ത്യയിൽ വിഭാവനം ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഫെഡറൽ എന്നുള്ളൊരു പേരോ ക്വാസി ഫെഡറൽ എന്നുള്ളൊരു പേരോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണിയൻ എന്നുള്ളത് മാത്രമാണ്. ആ ഫെഡറേഷൻ എന്ന പേര് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേഷൻ ഈസ് ഈസി ആൻഡ് ഡിഫിക്കൽട്ട് ടു അമെൻഡ്. ലെജിസ്ലേഷൻ ഈസിയാണ്, പക്ഷേ അമെൻമെൻ്റ് ഒരു ഇത്തിരി പാടാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സലിയൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. ഈ ഒരു ടോപ്പിക്കുകൾ ഒരു വട്ടം കൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതിനകത്ത് ഇയറുകൾ, സോഴ്സുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് വൃത്തിയായി പഠിക്കുക. 1 വേർഡ് ക്വസ്റ്റൻ ആയിട്ട് ഡയറക്റ്റായിട്ട് PSCയിൽ വരുന്നതാണ്. ഒന്ന് റിവൈസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ആൾ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.